നമുക്കിപ്പം KSUവിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സൂരജ് ചേരുന്നുണ്ട്. സൂരജ്, വെരി ഗുഡ് മോർണിംഗ് സൂരജ്. എനിക്കൊന്ന് സൂരജ്, ഈ വിഷയത്തിന് പിന്നാലെ കുറച്ച് നാളായിട്ട് നടക്കാൻ തുടങ്ങിയതാണ്. 2-3 വർഷമായിട്ട് പലർക്കും പരാതി കൊടുത്തു, നടപടിയൊന്നും ആയില്ലെന്നറിയുന്നു. ആർക്കെതിരെയാണ് പരാതി കൊടുത്തത് സൂരജ്? ഇതെങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്? 2023 ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുടെ യൂട്യൂബ് ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുകയും നിരവധിയായ അധ്യാപകരും കുട്ടികളും ഈ പ്രയാസം നമ്മളെ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് KSU ഇത് പരിശോധിക്കുന്നത്. എല്ലാ എക്സാമുകളുടെയും തലേ ദിവസവും അല്ലെങ്കിൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് അതിരാവിലെയും എക്സാം വിശകലനം എന്ന പേരിൽ നിങ്ങൾ മറ്റൊന്നും പഠിക്കേണ്ടതില്ല, ഇതാ ഈ യൂട്യൂബ് ചാനൽ കാണൂ, നിങ്ങൾക്ക് വരുന്ന എക്സാമിന്റെ ചോദ്യങ്ങൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അതേ പാറ്റേണിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇത് ഏതെങ്കിലും ഒരു സ്ഥാപനമാണോ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ചാനലാണോ? 2-3 സ്ഥാപനങ്ങൾ ഒരുമിച്ചാണോ ചെയ്യുന്നത്? 2023 ക്രിസ്മസ് പരീക്ഷയും 2024 ഓണപരീക്ഷയുടെ സമയത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KSU DD ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. സൈലം, MS സൊല്യൂഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് ചോദ്യങ്ങൾ ചോർത്തി അവരുടെ യൂട്യൂബ് ചാനലുകളിൽ 2023 ക്രിസ്മസ് പരീക്ഷയുടെ സമയത്തും ഓണപരീക്ഷയുടെ സമയത്തും ചെയ്തത്. 2024 ഈ ക്രിസ്മസ് പരീക്ഷയുടെ 12-ാം തീയതി ഇംഗ്ലീഷ് എക്സാം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞൊരു 10 വർഷത്തോളം വരുന്ന രീതിയിലല്ല ചോദ്യങ്ങൾ വന്നത്. വ്യത്യസ്തമായ ഒരു പാറ്റേണിലാണ് ചോദ്യം വന്നത്. അധ്യാപകർക്ക് പോലും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ എക്സാമിന്റെ അന്ന് അതിരാവിലെ 5:30 MS സൊല്യൂഷന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇത് പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ വരികയാണ്. അതേ ഇംഗ്ലീഷ് ചോദ്യപേപ്പർ, വ്യത്യസ്തമായ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഇവർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇത് കൃത്യമായി ചോദ്യപേപ്പർ ചോർത്തുകയാണ്. ഇത് ചോദ്യം പേപ്പർ തയ്യാറാക്കുന്നിടത്തു നിന്ന് അതുപോലെ BRCയിൽ നിന്ന് സ്കൂളിലേക്ക് എത്തിക്കുന്ന സമയത്തുമൊക്കെയാണ്. അതായത് ഇതിന് പിന്നിൽ ഈ വലിയ മാഫിയ സംഘങ്ങളുണ്ടോ സൂരജ്? അതായത് ഈ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ജീവനക്കാരോ അങ്ങനെ ആൾക്കാരെയൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ഓപ്പറേഷൻ നടത്തുന്നതാണ് കേട്ടിരിക്കുന്നത്. ഇതിൽ വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ പണം കൊടുത്ത് ഇവരെ വിലക്കെടുത്തിരിക്കുകയാണ്. ഇത് ചോദിച്ച പേപ്പർ തയ്യാറാക്കുന്ന ആളുകളുണ്ട്. ഇതിൽ സ്കൂളിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ക്ലാസ് എടുക്കുന്ന ആളുകളെ നിയന്ത്രിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. KSU ഓണപരീക്ഷയുടെ സമയത്ത് സമരം ചെയ്യുകയും പരാതി നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് DD വിദ്യാഭ്യാസ വകുപ്പിനും DGക്കും വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്നും ചോദ്യപേപ്പർ ചോരുന്നുണ്ട് എന്നും പറഞ്ഞ് നിരവധി തവണ കത്ത് നൽകിയിട്ടും അതിലൊരു അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകാത്തത് സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ, സൈലം ഉൾപ്പെടെ MS സൊല്യൂഷൻ ഉൾപ്പെടെയുള്ള വലിയ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുടെയാണ് കേരളത്തിലെ സ്കൂൾ മേളകൾ, കായിക മേളകൾ, കലാമേളകൾ, ശാസ്ത്രമേളകളൊക്കെ സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് ഈ വലിയ ട്യൂഷൻ സെന്ററുകളാണ്. അവർ വിലക്കെടുക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെയും പൊതുവിദ്യാഭ്യാസ മേഖലയും. ശക്തമായി നിങ്ങൾ പ്രതികരിക്കണം. ഞങ്ങളടക്കമുള്ളവർ എന്തായാലും അതിന് പിന്നിൽ തന്നെയുണ്ട്. ഇതിന് പിന്നിൽ ആരെങ്കിലും മാഫിയ പ്രവർത്തനം കാണിച്ചാൽ ഈ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാൻ അനുവദിക്കരുത് സൂരജ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാവണം, മറ്റു സംഘടനകളും ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട്. പറയൂ സൂരജ്. ഇത് ഇവർ മനസ്സിലാക്കേണ്ടത്, പണമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ട്യൂഷൻ സെന്ററുകളിലും യൂട്യൂബ് ചാനലുകളിലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരന്റെ മക്കളെ, അധ്യാപകരുടെ ആത്മവിശ്വാസത്തെ, കുട്ടികൾ ക്ലാസ്സിൽ പറയുകയാണ് എന്തിനാണ് പിന്നെ അധ്യാപകർ വിദ്യാഭ്യാസം മൊത്തം താളം തെറ്റിക്കും. ഇതൊക്കെ നമ്മൾ ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടു വളർന്നിരിക്കുന്ന ഒരു സംവിധാനമാണ്. മധ്യപ്രദേശിലൊക്കെ വ്യാപം അഴിമതിയൊക്കെ നമ്മൾ കണ്ടതല്ലേ. താങ്ക് യു സൂരജ് പ്രതികരിച്ചതിന്. സൂരജ് അടക്കമുള്ളവർ, ഇപ്പോൾ KSUവിന്റെ പ്രതിനിധി അടക്കമുള്ളവർ പറഞ്ഞത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടുവല്ലോ. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തെ അടിമുടി തകർക്കാൻ പറ്റുന്ന ഒരു അർബുദമാണ്. ഇതിനെ ഇവിടെ വെച്ച് തന്നെ റേഡിയേഷൻ കൊടുത്തുകൊള്ളണം എന്നുള്ളതാണ്. അതിനുവേണ്ടി സർക്കാർ എന്തെങ്കിലും ഇടപെട്ട് തുടങ്ങുന്നു. റിപ്പോർട്ടറിന്റെ വാർത്തയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എത്രയെത്ര വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ 5:30 ഇന്ന് എഴുതാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ അപ്പാടെ ഒരു യൂട്യൂബ് ചാനലിൽ വരിക, നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി എന്ന് പറയുക. പിന്നെ അധ്യാപകർ പഠിപ്പിക്കാൻ പോകുന്ന എന്തിനാണ്? ഈ സംവിധാനത്തെ ഹൈജാക്ക് ചെയ്യാൻ ഏതെങ്കിലും അധ്യാപകരുടെ സാമ്പത്തിക താല്പര്യവും സാമ്പത്തിക മോഹവും കാരണമായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. അവരെ അപ്പോഴേ തന്നെ കളപറിച്ച് കളയുന്നത് പോലെ പുറത്ത് കളഞ്ഞേക്കുക എന്നുള്ളതാണ്. മിനിസ്റ്റർ ഇക്കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അരുത്. ഈ പറയുന്ന വൻകിട സ്ഥാപനങ്ങൾ ഏതെങ്കിലും ചോർത്തുന്നുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള നടപടിയും ഉണ്ടാവണം. പോലീസിൽ പരാതി കൊടുക്കുകയും വേണം. മത്സരമാവാം, പക്ഷേ അധാർമികമായ മത്സരമാകരുത് ആരും ആരോടും.